ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 2. ഞാൻ സുബിത. ദൈവമാതാവായ പരിശുദ്ധ മറിയം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ മറിയത്തിൻ്റെ ജനനവും ബാല്യവും. യോവാക്യം അന്നയും തങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി കഴിച്ചുകൂട്ടി. അന്ന ഗർഭിണിയായി. തനിക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടി അവൾ സദാസമയവും ദൈവമുൻപാകെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അന്നയ്ക്ക് തൻ്റെ വിശുദ്ധി നിമിത്തം ഒരു വേദനയും അനുഭവപ്പെട്ടില്ല. മറിച്ച് പാപമില്ലാത്തവളെ വഹിച്ചതിൻ്റെ ആനന്ദ പാരവശ്യം അനുഭവിച്ചു. 9-ാം ദിവസം കുടുംബാംഗങ്ങളെല്ലാം യോവാക്യമിൻ്റെ ഭവനത്തിൽ സമ്മേളിച്ചു. ദൂതൻ അറിയിച്ച പ്രകാരം യോവാക്യം കുഞ്ഞിന് മറിയം എന്ന് പേരിട്ടു. 80-ാം ദിവസം മോശയുടെ വിധിപ്രകാരം യോവാക്യമും അന്നയും ജെറുസലേം ദേവാലയത്തിൽ പോയി സമർപ്പണം നടത്തി. 3 വയസ്സ് തികയുമ്പോൾ ദേവാലയ ശുശ്രൂഷയ്ക്ക് കുഞ്ഞിനെ സമർപ്പിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തു. അന്നയുടെ മുലയോട്ടി വളർത്തിയ കുഞ്ഞിനെ ശുശ്രൂഷിക്കുവാൻ നിർമ്മലരായ കന്യകമാരെ മാത്രമേ അനുവദിച്ചുള്ളൂ. കുട്ടിക്ക് 1 വയസ്സ് തികഞ്ഞപ്പോൾ യോവാക്യം ബന്ധുജനങ്ങളെ വിളിച്ച് ഒരു വിരുന്ന് നടത്തി. മറിയത്തിന് 3 വയസ്സ് തികഞ്ഞപ്പോൾ സ്വജാതിയിൽപ്പെട്ട വിശുദ്ധിയുള്ള കന്യകമാർ കുട്ടിയുടെ മുൻപിൽ തിരികൾ കത്തിച്ചു പിടിച്ച് ദേവാലയത്തിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി. കുട്ടിയുടെ മാതാപിതാക്കളോടൊപ്പം അന്നയുടെ ഇളയ സഹോദരി എലിസബത്തും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എലിസബത്തിന്റെ ഭർത്താവ് സക്കറിയയും ആചാര്യന്മാരും മറ്റന്തേവാസികളും ചേർന്ന് മറിയത്തെ സസന്തോഷം സ്വീകരിച്ച് ദൈവത്തെ സ്തുതിച്ചു. യോവാക്യമും അന്നയും മറിയത്തെ ദൈവത്തിന് സമർപ്പിക്കുകയും നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്വഭവനത്തിലേക്ക് തിരികെ പോവുകയും ചെയ്തു. ഒരു മാടപ്രാവിനെ പോലെ മറിയം ദേവാലയ അന്തഃപുരത്തിൽ പാർത്തു. അവിടത്തെ വിശുദ്ധ സ്ത്രീകൾ അവളെ തുന്നൽ, നൂൽനൂൽപ്പ്, നെയ്ത്ത് തുടങ്ങിയവയും പ്രാർത്ഥനകൾ, ന്യായപ്രമാണങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയും അഭ്യസിപ്പിച്ചു. മാലാഖമാരോട് സംഭാഷിച്ചും ദൈവിക ശ്രേഷ്ഠന്മാരിൽ നിന്ന് അരുളപ്പാടുകൾ സ്വീകരിച്ചും വിശുദ്ധിയിൽ വളർന്നു വന്ന മറിയത്തിന് 12 വയസ്സ് ആകുന്നതിന് മുൻപ് അവളുടെ മാതാപിതാക്കൾ മരണമടഞ്ഞു. ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. thank you